അതായത് 9 ആണ് ആ പ്രതീക്ഷ കാക്കുന്ന റിസൾട്ട് ഉണ്ടാകും. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് രാഹുലെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ എങ്ങനെയാണ് എല്ലായിടത്തും ഉണ്ടാകും. എല്ലായിടത്തും ജനങ്ങളുടെ വലിയ സ്നേഹവും പിന്തുണയും വാത്സല്യവും അതെല്ലാം വോട്ടായി മാറി പാലക്കാട് നിയോജകമണ്ഡലത്തിൽ സമഗ്രമായിട്ടുള്ള പിന്തുണയുണ്ടാകും. എല്ലാ മേഖലയിലും ഉണ്ടാകും. രാവിലെ നമുക്ക് കാണേണ്ടവരെല്ലാം കാണണമല്ലോ. ഓക്കെ. MP വോട്ടെണ്ണാൻ പോകുന്നു. MP കൗണ്ടിങ് ഏജന്റ്. അതെ, എനിക്ക് എപ്പോഴും കൗണ്ടിങ് സ്റ്റേഷനിൽ പോകാൻ വലിയ താല്പര്യമാണ്. ഇന്ന് ഒഴിവാക്കാൻ അങ്ങനെ ഒരു കൃത്യമായ പ്ലാൻ ഒന്നും അല്ലല്ലോ. ഇപ്പം രാവിലെ നമ്മുടെ കൗണ്ടിങ് ഏജൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം കൗണ്ടിങ് ഏജൻസിൽ MP വരെ കൗണ്ടിങ് ഏജന്റാണ്. പാലക്കാട് MP വരെ കൗണ്ടിങ് ഏജന്റാണ്. അപ്പോൾ കൗണ്ടിങ് ഏജൻസിനെല്ലാം ഒന്ന് കണ്ട് അതിനുശേഷം അപ്പൊ MP-യുടെ കൃത്യം കൗണ്ടിങ് ആണെങ്കിൽ ഉയർന്ന ഭൂരിപക്ഷമാണ്. എന്തായാലും പതിനൊന്നരയ്ക്ക് ശേഷം അല്ല, അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്ലാനും അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് ഒന്നും അല്ലല്ലോ. അല്ല, നമ്മള് അന്നേരം തോന്നുന്നത് പോലെയൊക്കെ കാൻഡിഡേറ്റിന് എല്ലാ കൗണ്ടിങ് ഏജന്റുമാരെയും കാണണം, അവിടുത്തെ ക്രമീകരണങ്ങൾ കാണണം, എന്നിട്ട് എല്ലാം തീരുമാനിക്കുക. സമയമുണ്ടല്ലോ. ലഡുവും പടക്കൊക്കെ സെറ്റാണോ? എല്ലാം റെഡിയാണ്. എല്ലാം റെഡിയാണ്. പൂർണ്ണ വിജയ പ്രതീക്ഷയാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഈ ഘട്ടത്തിലുള്ളത്. പാലക്കാട്, ചേലക്കര, വയനാട് 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലെയും 1 ലോക്സഭാ മണ്ഡലത്തിലെയും അതിപ്രധാനമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ വിധി വരാൻ അല്പസമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം 7:08 ആണ്. 8 മണിക്ക് തന്നെ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് വോട്ടെണ്ണൽ ആരംഭിക്കും.